വീണ്ടും നമ്മൾ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് പോവുകയാണ്. കുണ്ടറയിലെ NDA സ്ഥാനാർത്ഥി റോബിൻ രാധാകൃഷ്ണൻ ഇളമ്പലൂർ ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ് വോട്ടർമാരെ കാണുന്നു. തത്സമയം അവിടെ മനോജ് ഉണ്ട്. മനോജ്, കൃഷ്ണ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഇളമ്പള്ളൂർ ക്ഷേത്രത്തിലാണ്. കഴിഞ്ഞ ദിവസമാണ് NDA സ്ഥാനാർത്ഥിയായി ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ പ്രഖ്യാപിച്ചത്. എന്തായാലും രാവിലെ തന്നെ ഇളമ്പള്ളൂർ ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ് ഇവിടെയുള്ള ഭക്തരെയൊക്കെ സ്ഥാനാർത്ഥി കാണുകയാണ്. ഇന്നു മുതൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കുകയാണ്. എന്തായാലും എല്ലാവരുടെയും അനുഗ്രഹമൊക്കെ വാങ്ങി ഈ തെരഞ്ഞെടുപ്പിലേക്ക് വേണ്ടി ഇപ്പോൾ ആ പ്രചരണത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. എന്തായാലും വലിയൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇളമ്പള്ളൂർ ക്ഷേത്രത്തിലെത്തിയ ഭക്തജനങ്ങളെ സ്ഥാനാർത്ഥി കാണുന്നതാണ്. കഴിഞ്ഞ ദിവസം നമുക്ക് അറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം കൃത്യമായിട്ടുള്ള നിലപാട് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അറിയിച്ച ശേഷം BJP അംഗത്വം സ്വീകരിച്ച് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കന്നി അംഗത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. ആ പ്രചരണം ഇന്നു മുതൽ ആരംഭിക്കുമ്പോൾ വലിയ ആത്മവിശ്വാസം തന്നെയാണ് സ്ഥാനാർത്ഥികൾക്കുള്ളത്. ഓരോ ഇടങ്ങളിലും അത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ഈ ഭക്തരോടൊക്കെ സംസാരിക്കുകയാണ്. ഏറെക്കാലമായി തന്നെ കുണ്ടറയിൽ ജനങ്ങൾ നമ്മളോട് പങ്കുവച്ചത് ഇവിടെ വികസനം എന്നുള്ളത് വാഗ്ദാനങ്ങളിൽ മാത്രമാണ് ഒതുങ്ങുന്നത്. അതിനൊരു മാറ്റം വരണം എന്നുള്ളത് തന്നെയാണ്. ആ മാറ്റത്തിന് വേണ്ടി തന്നെയാണ് NDA ഇത്തവണ ഒരു സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും ഭക്തരൊക്കെ തന്നെ സംസാരിക്കുകയാണ് സ്ഥാനാർത്ഥിയോട്. അതാണ് എന്തായാലും വലിയൊരു എന്തായിരുന്നു പറഞ്ഞില്ല, ഇനി കേൾക്കണ്ട. അല്ല ഇല്ല ഞാൻ പറഞ്ഞ സത്യമല്ലേ, ഇത്രയും ജനങ്ങൾ കാണണം. കാര്യം എന്ന് വെച്ചാൽ ഇറാനിൽ ഇത്രയും പ്രശ്നം നടന്നപ്പം അമേരിക്ക ഒരു രാഷ്ട്രത്തിനും കൊടുത്തില്ല. 2 കപ്പൽ വന്നിരിക്കുന്ന കേരളത്തിന് അല്ല, ഇന്ത്യക്ക് മാത്രമേ ഉള്ളൂ. വേറെ ഒരു രാജ്യത്തിനും അവർ വിട്ടിട്ടില്ല. വളരെയധികം അഭിമാനം തന്നെയാണ്. പിന്നെ മോദി അത്രയും സപ്പോർട്ടോടെ ഉണ്ടാവില്ല എങ്കിൽ ആദ്യമേ എല്ലാവരും പറഞ്ഞ് ഇറാന് സപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന്. പക്ഷേ ഇറാൻ എണ്ണക്കപ്പൽ വിട്ടത് ഇന്ത്യക്ക് മാത്രമേ ഉള്ളൂ, വേറെ ഒരു രാജ്യത്തിനും വിട്ടില്ല, എല്ലാം അടച്ചിട്ടേക്ക്. പക്ഷേ അടുപ്പിൽ തീ കത്തിക്കുന്നവർ നോക്കുക. തീർച്ചയായും എന്തായാലും സ്ഥാനാർത്ഥി ഇവിടേക്ക് എത്തുമ്പോൾ ജനങ്ങൾ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും കന്നി അംഗത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ആദ്യത്തെ ഇപ്പോൾ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് ഭക്തരെയൊക്കെ കാണുകയാണ്, എങ്ങനെയുണ്ട് ഒരു ആത്മവിശ്വാസം? ഓക്കെ, സോ ഇന്ന് കുണ്ടറയിൽ ഞാൻ ഇതുവഴിയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് കുണ്ടറയിൽ വന്നിരിക്കുന്നത്. ഞാൻ രാവിലെ 3:30 എത്തി. ഇന്ന് എൻ്റെ അമ്മയുടെ സർജറിയാണ്, ഉച്ചയ്ക്ക് പ്രാണിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ എൻ്റെ അച്ഛനെ ഏൽപ്പിച്ചിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അത് തികച്ചും അത്രയും സിൻസിയറായിട്ട് ഞാൻ ചെയ്യുന്നത്, അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഞാൻ വന്ന ഒരാളാണ്. പിന്നെ കുണ്ടറയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ് വേണ്ടുന്ന ഒരു സ്ഥലമാണ്. ഒരുപാട് രീതിയിൽ, അതിപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിലാണെങ്കിലും ഹെൽത്ത് സെക്ടറിലാണെങ്കിലും നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിലാണെങ്കിലും എല്ലാ രീതിയിലും ഡെവലപ്മെൻറ്റ് തീർച്ചയായിട്ടും വേണം. സോ മെഡിക്കൽ അതെ, അപ്പം ഈ പറഞ്ഞ കണക്ക് ഇൻഡസ്ട്രിയൽ ഹബ്ബാണ് അല്ലേ, ഒരുപാട് ഹിസ്റ്ററി ഉള്ള ഇൻഡസ്ട്രിയൽ ഒരു ഹബ്ബായിട്ടുള്ള കുണ്ടറയിൽ ആ രീതിയിൽ ഒരുപാട് രീതിയിൽ നമുക്ക് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റുന്നൊരു സ്ഥലമാണ്. പക്ഷേ ഞാനിവിടെ വലിയ രീതിയിലുള്ള ഡെവലപ്മെൻ്റ് ഒന്നും കാണുന്നില്ല, മനസ്സിലായില്ലേ? നമുക്കതൊരു തിരിച്ച് വീണ്ടും റീബർത്ത് ചെയ്യണം. നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടർ റീബർത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഇവിടെ തൊഴിൽ കിട്ടും. നമുക്ക് അടിസ്ഥാനമായിട്ട് എന്താ വേണമെന്നാ, നമുക്ക് ഫണ്ടാണ് വേണമെന്ന്, എന്നാലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. അപ്പോൾ അത് ഇവിടെ ഇൻഡസ്ട്രിയൽ സെക്ടറെല്ലാം നല്ല രീതിയിൽ വീണ്ടും നല്ല ഡെവലപ്മെൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ജോലി സാധ്യതയുണ്ട്. അതുവഴി ഒരു കുടുംബമാണ് എന്ത് ചെയ്യുന്നത്, രക്ഷപ്പെടുന്നത്. അപ്പോൾ അത് മാത്രമല്ല, പലരും ഇവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. നമുക്കിവിടെ തന്നെ ഇപ്പോൾ ഡിജിറ്റലൈസ് ചെയ്ത് പല രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവന്ന് കുണ്ടറയെ ഒരു എന്താ പറയുക, ഡിജിറ്റൽ കുണ്ടറയാക്കാൻ മാറ്റുമെന്നുള്ളത് നമുക്ക് നോക്കാം. അതേപോലെ തന്നെ ഇവിടുത്തെ ഈ പറഞ്ഞ കണക്ക് ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും റോഡ്സും കാര്യങ്ങളെല്ലാം പലതും നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാനുണ്ട്, ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള ഒരു ടൗൺഷിപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു വില്ലേജിലാണെങ്കിൽ എല്ലാ രീതിയിലും കൊണ്ടുവരാൻ പറ്റും. അടുത്ത കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഡ്രെയിനേജ് സിസ്റ്റവും കാര്യങ്ങളെല്ലാം പ്രോപ്പറാക്കണം. നമുക്കൊരു ഗ്രീൻ കുണ്ടറ അല്ലേ, എല്ലാ രീതിയിലും ഒരു പൊല്യൂഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു കുണ്ടറ. അതുമാത്രമല്ല, ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അഷ്ടമുടി കായല. അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാണെങ്കിൽ ടൂറിസം നമുക്ക് വേൾഡ് ലെവലിൽ കൊണ്ടുവരാൻ പറ്റും, മനസ്സിലായില്ല? അവിടെ ഒരു ഹോം സ്റ്റേ കാര്യങ്ങൾ ഒരുപാട് പേർക്ക് എംപ്ലോയ്മെൻറ്റ് കൊടുക്കുക. അതുമാത്രമല്ല, എന്താ പറയുക, ഇത്രയും വലിയൊരു കായലും ഇത്രയും വലിയൊരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള സ്ഥലം ഉണ്ടായിട്ട് അതിനെ നമുക്ക് ഒരു മാതൃകയാക്കുക എന്നുള്ളതാണ് ഞാൻ ശ്രമിക്കുന്നത്. കാരണം 140 കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്. അതിൽ അടുത്ത 5 വർഷത്തിൽ ഇൻ കേസ് നമുക്കാണ് അല്ലെങ്കിൽ എനിക്കാണ് അതിനുള്ളൊരു ചാൻസ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എഴുതി തരാം, ഈ 140 മണ്ഡലങ്ങളിൽ
മാതൃകയാക്കാൻ പറ്റുന്ന, മോഡലാക്കാൻ പറ്റുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ആക്കി ഞാൻ കുണ്ടറ മാറ്റിയിരിക്കും. കാരണം ഞാൻ അത്രയും എഫേർട്ട് എടുത്ത് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അല്ല ചുമ്മാ കിട്ടിയൊരു കാര്യമല്ല. ഞാനൊരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് വളരെ ഒരു എന്താ പറയുക, ഒരു നോർമൽ ഒരു അധികം ടാലൻ്റ് അല്ലാത്ത വലിയ രീതിയിൽ പഠിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. പക്ഷേ എന്നാലും കഷ്ടപ്പെട്ട് തന്നെയാണ് പടിപടിയായിട്ട് ഈ ഒരു 35 വയസ്സിൽ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. സോ ഉറപ്പായിട്ടും നമുക്കറിയാവുന്നതാണ്, സെൻട്രൽ ഗവൺമെൻറ് തന്നെയാണ് ഡെവലപ്മെൻറ്റും കാര്യങ്ങളെല്ലാം കൊണ്ടുവരുന്നത്. സോ എനിക്കിപ്പോൾ ഇൻ കേസ് ഒരു ചാൻസ് തരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് രാജീവ് സാറിൻ്റെ ഗൈഡൻസിൽ എനിക്ക് സെൻട്രലുമായിട്ട് കണക്ട് ചെയ്ത് എനിക്കിവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാൻ പറ്റും. അതിനുള്ള ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ട്രിവാൻഡ്രം അല്ലേ കോർപ്പറേഷൻ ഇപ്പോൾ നമ്മുടെ വി രാജീവ് സാറാണ് ഭരിക്കുന്നത്. അറിയാലോ നമുക്ക്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ മേയർ ആരാന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷേ അവിടെ ഓരോന്നായിട്ട് ഡെവലപ്മെൻറ്റും കാര്യങ്ങളും ബഡ്ജറ്റൊക്കെ കണ്ടില്ലേ. സോ ആൾക്കാർ ഉറപ്പായിട്ടും അടുത്ത പ്രാവശ്യം പുള്ളിക്ക് തന്നെ വോട്ട് ചെയ്യത്തുള്ളൂ, പുള്ളിക്ക് തന്നെ ജയിക്കത്തുള്ളൂ. അതെന്തുകൊണ്ടാണ്? ഒരു ചാൻസ് കൊടുത്തോണ്ടാണ്. അതേപോലെ ഒരു ചാൻസ് എനിക്കെന്താ അറിയുക, നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അല്ലേ വേണ്ടത്. എനിക്ക് കുറഞ്ഞ ദിവസത്തിൽ തന്നെ, അതായത് ഇനി തിരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി കുറച്ച് ദിവസമേ ഉള്ളൂ, വലിയൊരു ഉത്തരവാദിത്വമാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയും വേഗത്തിൽ നമ്മൾ ആൾക്കാരുടെ ഇടയിലേക്ക് എത്തണമല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ രാവിലെ 3:30 വന്നു. രാവിലെ എൻ്റെ അടുത്ത് 8 മണിക്ക് റെഡിയാകാൻ പറഞ്ഞു. 5:30 റെഡിയാകാൻ ഞാൻ നിൽപ്പുണ്ട്. മനസ്സിലായില്ലേ? കാരണം ഉറക്കമില്ല, ഉറക്കണ്ട. നമുക്ക് അതിനനുസരിച്ച് എല്ലാവരിലേക്കും എത്തുക, എല്ലാ ജനങ്ങളിലേക്കും നമ്മൾ എന്താണെന്നുള്ള കാണിക്കുക. അവർക്കൊരു വിശ്വാസം വേണം, ഈ ഒരു വ്യക്തിയെ കൊണ്ട് ഇതെല്ലാം നമ്മളെ കൊണ്ട് സാധിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റും. ബേസിക്കലി ഞാനൊരു ഡോക്ടറാണ്. ഞാൻ ഡോക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. ഒരുപാട് പേരെ സെർവ് ചെയ്തിരുന്ന, നൈറ്റ് ഡ്യൂട്ടി ചെയ്തിരുന്ന ഒരാളാണ് 7-8 വർഷം. അതുകൊണ്ട് ഈ പറഞ്ഞ കണക്ക് ആൾക്കാരെ ഇമോഷൻസ് അല്ലെങ്കിൽ ആൾക്കാരുടെ എംപതി അല്ലെങ്കിൽ ഇമോഷൻസ്, സൈക്കോളജി, ഇതെല്ലാം എനിക്ക്, അല്ലെങ്കിൽ ഒരാളുടെ വിഷമം ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. മനസ്സിലായില്ലേ? സോ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ മെൻ്റലി ആൻഡ് ഫിസിക്കലി ഹെൽത്തി ആയിട്ടുള്ള ഒരു ജനത. മനസ്സിലായില്ലേ? ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കുണ്ടറ, എല്ലാവരും ക്രൈം റേറ്റ്സ് കുറയ്ക്കുക. മനസ്സിലായില്ലേ? സോ ഇതേപോലെയുള്ള എല്ലാ രീതിയിലും ഡെവലപ്മെൻറ്റ് മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു മാതൃകയാക്കാൻ പറ്റുന്ന ഒരു കുണ്ടറ മണ്ഡലം തന്നെയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്ന. ഒരുപാട് കാര്യം ഞാനിപ്പം ഓരോന്നായിട്ട് കണ്ട് മനസ്സിലാക്കുകയാണ്. ആദ്യമായിട്ട് കുണ്ടറയിലെ വികസന മുരടിപ്പാണ് ജനങ്ങൾ നമ്മളോട് പറയുന്നത്. അപ്പോൾ ഈ വികസന മുരടിപ്പിനെ ഒന്ന് ചികിത്സിച്ച് ഭേദമാക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് തന്നെയാണ്. അതിന് വന്നൊരു ഡോക്ടർ തന്നെയാണ് ഞാൻ. ഉറപ്പായിട്ടും കുണ്ടറേൻ്റെ ചെറിയ വലിയ പ്രശ്നങ്ങളൊന്നും എന്താ പറയുക, ഇപ്പം കുണ്ടറ അങ്ങ് അടിച്ചാക്ഷേപിക്കുന്ന രീതിയിലല്ല ഞാൻ പറയാം. ഒരുപാട് മാറ്റങ്ങൾ വരാനുണ്ട്. സത്യമായിട്ടും ഡെവലപ്മെൻറ്റ്സ് ആണെങ്കിൽ എല്ലാ രീതിയിലും മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അൺഎംപ്ലോയ്മെൻറ്റാണ്. തൊഴിലില്ല. തൊഴിൽ കൊടുത്താൽ തന്നെ കുടുംബം രക്ഷപ്പെട്ടു അല്ലേ. വരുമാന മാർഗം വന്നാൽ തന്നെ എന്ത് ചെയ്തു? രക്ഷപ്പെട്ടു. അതിനോടൊപ്പം നമുക്കിവിടെ എന്തൊക്കെ കാര്യങ്ങൾ എല്ലാ സെക്ടറിലും ചെയ്യാം. ഇപ്പോൾ മെഡിക്കൽ സെക്ടർ ആണെങ്കിൽ കൂടി അവിടെ നമുക്ക് പ്രൈമറി ഹെൽത്ത് സെക്ടർ എല്ലാം ഒരു മൾട്ടിപ്പിൾ എന്താ പറയുക, മൾട്ടി സ്പെഷ്യാലിറ്റി ഫെസിലിറ്റീസ് ഉള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റും. മനസ്സിലായില്ലേ? ഈ മരുന്നുകളും കാര്യങ്ങളെല്ലാം എല്ലാ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. കാരണം ഒരു ഡോക്ടറും കൂടെ ആയതുകൊണ്ട് എനിക്കതിനെ പറ്റി അറിയാം. പിന്നെ ഞാൻ വിലപ്പെട്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സമയമാണ്. നമ്മുടെ സമയം ഒരാൾക്ക് കൊടുക്കുന്നതാണ് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളൊരു കാര്യം. ഇനി 5 വർഷമല്ല, ഇനി എത്ര നാൾ വരെ ഈ ജനങ്ങളെ എന്നെ സ്വീകരിക്കുന്നോ അത്രയും നാൾ വരെയും 24/7 എൻ്റെ സമയം ഞാൻ ഇവർക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങളുടെ ഒരു സ്ഥാനാർത്ഥിയായിട്ടല്ല നിൽക്കുന്നത്. നിങ്ങളുടെ കുടുംബത്തിലെ ഒരു മകൻ അല്ലെങ്കിൽ ഒരു ബ്രദറായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഉറപ്പായിട്ടും കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. ഞാൻ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരാളാണ്. മനസ്സിലായില്ലേ? പിന്നെ ഞാൻ ഒരു പെർഫെക്റ്റ് ഉള്ള ഒരു പേഴ്സൺ അല്ല. പോസിറ്റീവ് നെഗറ്റീവ് ഉള്ളൊരു സാധനക്കാരാണ്. ഇൻ കേസ് മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ തിരുത്തണം. അതിനുള്ള എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട്. താങ്കളുടെ ജീവിതരേഖ പരിശോധിക്കുമ്പോൾ ഡോക്ടറായിരുന്നു, അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്, മോട്ടിവേഷണൽ സ്പീക്കറാണ്. അങ്ങനെ ഈ മേഖലയിലേക്ക് പ്രവർത്തിച്ച ശേഷമാണ് ആ ഒരു പ്രവൃത്തി പരിചയം ഇതിന് ഗുണം ചെയ്യുമെന്നുള്ളത് തന്നെയാണ്. ഉറപ്പായിട്ടും ഞാനിപ്പോൾ സംസാരിച്ച ഒരു രാഷ്ട്രീയക്കാരനായിട്ടല്ല. നമ്മൾ ഈ കുണ്ടറ മണ്ഡലത്തിലെ ഒരു വ്യക്തിയുടെ ഞാനിവിടെ ഉണ്ടെങ്കിൽ ഞാൻ എന്തൊക്കെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിലെ ചേഞ്ചസ് കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ അതാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ഇത് ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു 10-ൽ ഒരു അംശം പോലും ഞാനിവിടെ എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. പിന്നെ വാക്കുകളിൽ പറയുന്ന എല്ലാ കാര്യം മനസ്സിലായില്ലേ, നമ്മൾ ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ്. വാക്കുകളിൽ നമുക്ക് എല്ലാവർക്കും വാഗ്ദാനവും കാര്യങ്ങളെല്ലാം കൊടുക്കാൻ പറ്റും. അതിലല്ല കാര്യം. നമ്മൾ ചെയ്ത് കാണിക്കുക, പ്രവർത്തിച്ച് കാണിക്കുക. നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രമേ ഡെവലപ്മെൻറ്റ് ഉണ്ടാവത്തുള്ളൂ. അത് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. അത് മെൻ്റലി ഫിസിക്കലി ഞാൻ ഹെൽത്തിയാണ്. ഞാൻ എന്തായാലും ചെയ്യുകയും ചെയ്യും. ആളുകളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമൊക്കെ എങ്ങനെയാണ്? ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം എനിക്ക് പിന്നെ എവിടെ പോയാലും എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ട്. പിന്നെ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുന്നുണ്ട്. അവരൊക്കെ അമ്മയൊക്കെ തന്നെ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യം പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ആശ്ചര്യപ്പെട്ട് പോയിരിക്കാം. സാധാരണക്കാർക്ക് പോലും കൃത്യമായിട്ടുള്ള ഒരു ധാരണ, എല്ലാവർക്കും മാറ്റം വേണം എന്നുള്ളൊരു കാര്യം മനസ്സിലായില്ലേ? മാറ്റം വേണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് ഭരിക്കുന്ന കാരണം എനിക്കിവിടെ ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ലോജിക്കലി ചിന്തിക്കാന്നേ ഉള്ളൂ എനിക്ക് എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കാരണം അങ്ങനെ ചെയ്താൽ മാത്രമേ അടുത്ത ഒരു സമയത്ത് BJPക്ക് കാരണം ഇപ്പോൾ കോർപ്പറേഷനാണ് നമുക്കിപ്പം പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ അല്ലേ. ട്രിവാൻഡ്രം കോർപ്പറേഷൻ വി രാജേഷിന് ഒരു എക്സാമ്പിളായി. നാളെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഒരു എക്സാമ്പിളായിട്ട് എന്ത് ചെയ്യണം?
പറയാൻ സാധിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മനസ്സിലായി? അതിനുള്ള എല്ലാ സപ്പോർട്ടും ഇത് ചെയ്യണം. പിന്നെ ഇലക്ഷനാണ് വരുന്നത്. എല്ലാ കാൻഡിഡേറ്റ്സിനും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. തീർച്ചയായും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് സ്ഥാനാർത്ഥി. ഇനി ഒരുപാട് പേരുണ്ട്. ഞാൻ ഈ സ്ഥലത്ത് ആദ്യമായിട്ട് വരുമ്പം ഒരുപാട് പേരെ കാണുന്നതാണ്. ആദ്യമായിട്ട് പരിചയപ്പെട്ട എൻ്റെ ടീമാണ്. മനസ്സിലായി? ഇനി ഒരുപാട് പേരെ കാണാനുണ്ട്. ഇവരാണ് എൻ്റെ സ്ട്രെങ്ത്. മനസ്സിലായില്ലേ? ഇവരില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല ഇവിടെ. ഒരു ടീം വർക്ക് തന്നെയാണ്. ഇത് എൻ്റെ മാത്രം എഫേർട്ടല്ല, ഇതൊരു ടീം എഫേർട്ടാണ്. ഞാൻ ഇതിൻ്റെ ജസ്റ്റ് ഒരു വോയിസ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ പിറകിൽ ഇത് സംസാരിക്കുന്നതല്ല ഇവരാണ്. ഞാൻ ഇനി എന്ത് പ്രവൃത്തി ഇവിടെ ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ 100% ഡെവലപ്മെൻറ്റാണ്. എന്ത് ചെയ്യാൻ എന്നെക്കൊണ്ട് സാധിച്ചാലും അതിന് പൂർണ്ണ ഉത്തരവാദിത്വം അത് ചെയ്യാൻ പറ്റുന്നതിൽ എന്നെപ്പോലെ തന്നെ റെസ്പോൺസിബിലിറ്റി ഇവർക്കും ഉണ്ട്. നമ്മളൊരു ഗ്രൂപ്പ് എഫേർട്ടായിട്ടാണ് ചെയ്യുന്നത്, അല്ല ഞാൻ മാത്രമായിട്ടല്ല ചെയ്യുന്നത്. മനസ്സിലായില്ലേ? സോ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചാണ്. BJP പാർട്ടി എന്ന് പറഞ്ഞ ഒരു ഹ്യൂജ് എന്താ പറയുക നമ്പർ ഓഫ് ആൾക്കാരുണ്ട്. ഇവരെല്ലാം കൂടെ ഒരുമിച്ചാണ് ഈ നാട് നന്നാക്കാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും അത് തന്നെയാണ്. എന്തായാലും ടീം വർക്ക് തന്നെയാണ് ഇന്നു മുതൽ ആരംഭിക്കുന്നത്. കുണ്ടറയിലെ ജനങ്ങളെ കാണാൻ വേണ്ടി സ്ഥാനാർത്ഥി ഇറങ്ങുകയാണ്. ഓരോരുത്തരെയായി അങ്ങനെ കാണുന്നു, സംസാരിക്കുന്നു, കൃത്യമായും നാടിൻ്റെ വികസനത്തെ പറ്റി ചർച്ച ചെയ്യുന്നു. അദ്ദേഹം നേരത്തെ നമ്മളോട് പറഞ്ഞിരുന്നു ഈ നാട്ടിൽ എന്താണ് വേണ്ടത് എന്നുള്ളത്. അതായത് കൃത്യമായും എല്ലാ മേഖലയിലുമുള്ള വികസനം, അതോടൊപ്പം തന്നെ ഈ തൊഴിലില്ലായ്മ എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതിനൊരു മാറ്റം വരണം. അതിന് മാറ്റം വരണമെങ്കിൽ ഇവിടെ NDAയുടെ സ്ഥാനാർത്ഥി വിജയിക്കണമെന്നുള്ളത് തന്നെയാണ്. കാരണം കഴിഞ്ഞ കുറേയധികം വർഷക്കാലമായി തന്നെ ഇവിടെ ഭരിച്ചിരുന്നവരൊക്കെ തന്നെ ഇതിനൊരു മാറ്റം കൊണ്ടുവരാൻ ഒരു ശ്രമം നടത്തിയില്ല എന്നുള്ളത് തന്നെയാണ് ജനങ്ങളുടെ പരാതി. എന്തായാലും ആ ജനങ്ങളുടെ പരാതിക്കൊക്കെ ഒരു പരിഹാരം കാണുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഇവിടെയുള്ളവർക്കൊക്കെ ഈ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ നൽകുന്നത്. ഇവിടെ ഓരോ വോട്ടർമാരെയും നേരിട്ട് കണ്ട് ഇന്നു മുതൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കുകയാണ്. നമുക്ക് ഓരോ മണ്ഡലത്തിൽ പോകുമ്പോഴും കാണാൻ സാധിക്കുന്നത് തന്നെയാണ്. അതായത് ജനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടെ ഒരു മാറ്റം വരണമെന്നുള്ള കാര്യം തന്നെയാണ് എല്ലാവർക്കും പറയാനുള്ളത്. എന്തായാലും അത് തന്നെയാണ് നമ്മൾ ഈ ജനങ്ങളുടെ പ്രതികരണത്തിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാകുന്നതും. എന്തായാലും തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത്രയധികം വേഗത്തിൽ ജനങ്ങൾക്കിടയിലേക്ക് എത്തേണ്ടതുണ്ട്. അതിനുവേണ്ട ഓരോ ദിവസവും അത് കൃത്യമായും ചാർട്ട് ചെയ്തുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് ഇപ്പോൾ തുടരുന്നത്. ഈ ഇളമ്പള്ളൂർ ക്ഷേത്രത്തിൽ നിന്നുമാണ് കുണ്ടറയിലെ NDA സ്ഥാനാർത്ഥിയുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് റോഡ് ഷോ ഉണ്ട്. ഈ റോഡ് ഷോയോട് കൂടി തന്നെ കൂടുതൽ ഈ പ്രചരണം ശക്തമാക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം തന്നെയാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം പ്രഖ്യാപനത്തിന് ശേഷം സ്ഥാനാർത്ഥി മണ്ഡലത്തിലേക്ക് എത്തിയിരിക്കുന്നു. പ്രവർത്തനങ്ങൾ തുടങ്ങിയിരിക്കുന്നു. ജനങ്ങളോട് പ്രതീക്ഷകൾ പങ്കുവയ്ക്കുന്നു. അവർക്ക് ഉറപ്പ് നൽകുന്നു. കൃത്യമായും വാഗ്ദാനങ്ങൾ എന്നുള്ളത് വാക്കിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല, അത് പ്രാവർത്തികമാക്കും എന്നുള്ള കാര്യം തന്നെയാണ്. അതിനാണ് ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. എല്ലാവരും വലിയ സന്തോഷത്തിൽ തന്നെയാണ്. കാരണം നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെയും അതോടൊപ്പം തന്നെ മീഡിയയിലൂടെയും ഒക്കെ പ്രസിദ്ധമായിട്ടുള്ള അതോടൊപ്പം എല്ലാ മേഖലയിലും, അതായത് ഒരു ഡോക്ടറാണ്, അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്, അതോടൊപ്പം മോട്ടിവേഷണൽ സ്പീക്കറാണ്. അങ്ങനെ പല മേഖലകളിൽ പ്രവൃത്തി പരിചയമുള്ള ഒരു സ്ഥാനാർത്ഥിയെയാണ് കുണ്ടറയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യുവതലമുറ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്നതും ഈ സ്ഥാനാർത്ഥിയിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ഇപ്പോൾ റോബിൻ രാധാകൃഷ്ണൻ ഇവിടെയുള്ള അമ്മമാരെയൊക്കെ കണ്ട് അങ്ങനെ വോട്ടഭ്യർത്ഥിച്ച് മുന്നോട്ട് നീങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നേരത്തെ തന്നെ നമ്മളോട് ഒരു അമ്മ ഇവിടെ പ്രതികരിച്ചിരുന്നു. അതായത് കൃത്യമായും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ജനങ്ങൾക്ക് നൽകുന്ന ഒരു സംരക്ഷണവും അതോടൊപ്പം തന്നെ അതിനെക്കുറിച്ചൊക്കെ ആ ഒരു അമ്മ നമ്മളോട് സംസാരിച്ചിരുന്നു. എന്തായാലും ഇവരൊക്കെ തന്നെ എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. സ്ഥാനാർത്ഥി എല്ലാവരിലേക്കും എത്തുകയാണ്. അതായത് നമ്മൾ പുറമേ കാണുന്നത് പോലെയല്ല. അതായത് ഈ വാഹനങ്ങളിലൂടെ പോയി കൈയുയർത്തി കാണിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്കപ്പുറം എല്ലാ ഇടങ്ങളിലേക്കും എത്തി അവിടെയുള്ള ഓരോരുത്തരെയും നേരിട്ട് കാണുന്ന ഒരു സ്ഥാനാർത്ഥി എന്നുള്ളത് തന്നെ പറയാം. അത് ആദ്യത്തെ ദിവസം തന്നെയാണ്. ഇനിയും ഓരോ ദിവസങ്ങളിലും ഇതിലും വേഗത്തിൽ പ്രചരണം നടത്തുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ NDAയുടെ ലക്ഷ്യം. എന്തായാലും ഇപ്പോൾ ഈ ക്ഷേത്ര ദർശനം കഴിഞ്ഞ ശേഷം ഈ പ്രചരണത്തിൻ്റെ ഭാഗമായി തന്നെ ഇനി ഇറങ്ങുവാനാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഇപ്പോൾ ക്ഷേത്രത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇനിയാണ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനമുണ്ട്. അതിനുശേഷം റോഡ് ഷോ വൈകുന്നേരം ഉണ്ടാകും. എല്ലാ തരത്തിലും കൃത്യമായും ഈ പ്രചരണം അത് കൂടെയുള്ളവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് സ്ഥാനാർത്ഥി മുന്നോട്ട് പോകുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ഈ അമ്പലത്തിലൊക്കെ ഒരുപാട് പേരുണ്ട്. അവരൊക്കെ തന്നെ സ്ഥാനാർത്ഥി
നേരത്തെ തന്നെ കണ്ട് അവരോടൊക്കെ സംസാരിച്ച ശേഷം ഇപ്പോൾ മടങ്ങുകയാണ് ഇവിടെ നിന്നും. അടുത്ത സ്ഥലത്തേക്കാണ് ഇനി പോകുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്, വലിയൊരു ആത്മവിശ്വാസം ജനങ്ങൾക്ക് നൽകി തന്നെയാണ് സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. അത് കുണ്ടറയിൽ ഒരു മാറ്റം വരണം എന്നുള്ളത് തന്നെയാണ്, അത് ജനങ്ങളും അത് തന്നെയാണ് പറയുന്നത്. ഇത്തവണ ഒരു മാറ്റം വരണമെന്നുള്ളത് തന്നെയാണ്. എന്തായാലും സ്ഥാനാർത്ഥിയോടൊപ്പമായിരുന്നു ഉണ്ടായിരുന്നത്. സ്ഥാനാർത്ഥി ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പിലാണ്. ഓക്കെ മനോജ്, എന്തായാലും കുണ്ടറയിൽ അതിശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയിരിക്കുകയാണ് NDA. റോബിൻ രാധാകൃഷ്ണൻ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി. ഇപ്പോൾ ഓരോ പ്രദേശങ്ങളിലായി അദ്ദേഹം പ്രചരണം നയിക്കുകയാണ്. ഒരു യൂത്ത് ഐക്കൺ എന്ന നിലയിൽ, ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ അവിടെ ഒരു പരീക്ഷണം നടത്തുകയാണ് NDA. മനോജ് ആണ് വിവരങ്ങളുമായി ചേർന്നത്.